ഇങ്ങനെ നിങ്ങൾ ചാനലുകളൊക്കെ ഇങ്ങനെ പല സ്പെക്കുലേഷൻസും അദ്ദേഹം ഇങ്ങനെ രാജിവെക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് കണ്ടു. ഞങ്ങൾക്ക് അങ്ങനെ അത്തരത്തിലൊരു വിവരവും സ്പീക്കേഴ്സ് ഓഫീസിന് സ്പീക്കർ നേരിട്ട് അറിയിച്ചിട്ടില്ല. അതത് വ്യക്തികളും പാർട്ടിയുമാണ് ആ തീരുമാനമെടുക്കേണ്ടത്, ഞങ്ങളല്ല. ഒരു കത്തും ഇതുവരെ ലഭിച്ചിട്ടില്ല. സ്പീക്കർ ഓഫീസിനെയോ സ്പീക്കറെയോ ഈ നിമിഷം വരെ നേരിട്ട് അവരുടെ പാർലമെന്ററി പാർട്ടിയോ അവരുടെ ലീഡർഷിപ്പോ സംസാരിച്ചിട്ടില്ല. രാഹുൽ സംസാരിച്ചിട്ടില്ല. സ്പീക്കർ പലപ്പോഴും എത്തിക്സിനെ കുറിച്ചും കാര്യങ്ങളും MLA എങ്ങനെ പെരുമാറണം എന്നൊക്കെ പിന്നെ സഭയിൽ വളരെ ഗൗരവം സ്പീക്കർ പറയുകയാണ്. ഒരു MLA ഇത്രയും പൊതുസമൂഹത്തിൽ ഈ രീതിയിൽ ഒരു മാതൃകയല്ലാത്ത രീതിയിൽ പെരുമാറുന്നതിനെ കുറിച്ച് സ്പീക്കർ അഭിപ്രായം? അല്ല, ഞാൻ പറഞ്ഞല്ലോ, അതത് വ്യക്തികളും പാർട്ടിയുമാണ് തീരുമാനിക്കേണ്ടത്. അതത് വ്യക്തിയും പാർട്ടിയും തീരുമാനം എടുക്കേണ്ട കാര്യമാണ്. അതിനകത്ത് സ്പീക്കർക്ക് ഒരു റോളൊന്നുമില്ല. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ആ സ്പീക്കർ MLA ഒരു വ്യക്തിയാണ്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പാർട്ടിയാണ് അതിൽ തീരുമാനം എടുക്കേണ്ടത്. ഇപ്പോൾ സ്പീക്കർക്ക് ഞങ്ങളുടെ കയ്യിൽ നിയമങ്ങളൊന്നുമില്ല ചെയ്യാനുള്ള. ഞങ്ങൾക്ക് നിയമവിധേയമായി പ്രവർത്തിക്കാൻ പറ്റൂ. അതിൽ അവരുടെ പാർട്ടിയും അദ്ദേഹവും എടുക്കേണ്ട തീരുമാനമാണ് ഇതിനകത്ത് എന്ത് നിലപാട് സ്വീകരിക്കണം എന്നുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, ജനപ്രതിനിധികൾ പൊതുവിൽ ജനങ്ങളുടെ ഉത്തരവാദിത്തമുള്ളവരാണ്. ജനങ്ങളുടെ ഉത്തരവാദിത്വമുള്ള ജനപ്രതിനിധികൾ ചില പാലിക്കേണ്ട ചില ഉത്തരവാദിത്തങ്ങളുണ്ട്, ചില പെരുമാറ്റങ്ങളുണ്ട്. അത് നമുക്ക് ഓരോരുത്തർക്കും ബാധകമാണ്. അദ്ദേഹം അതിൽ കാണിക്കേണ്ട കുറച്ചുകൂടി ഉത്തരവാദിത്തം കാണിക്കേണ്ടതായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, സ്ത്രീകളെ റെസ്പെക്റ്റ് ചെയ്യണമെന്നാണ് നമ്മളെല്ലാം പഠിപ്പിക്കുന്നത്. നമ്മൾ സ്കൂളിൽ പഠിക്കുന്നതും സ്ത്രീ വിമൻ ഷുഡ് ബി റെസ്പെക്റ്റഡ് എന്നാണ്. അത് സ്ത്രീയെ ബഹുമാനിക്കണം എന്ന് പഠിപ്പിക്കുന്ന ഈ രാജ്യത്ത് സ്ത്രീകളുടെ ബഹുമാനത്തോട് പെരുമാറാൻ നമ്മൾ പഠിക്കണം. അപ്പോൾ അത്തരം ചില ആരോപണം അദ്ദേഹത്തിൻ്റെ ഉയർന്നു വന്നിരിക്കുന്നു. അതിൽ തീരുമാനമെടുക്കേണ്ട അദ്ദേഹത്തിൻ്റെ പാർട്ടിയോ അദ്ദേഹമാണ്. നിരവധി പരാതികളാണ് നമ്മൾ ഇതുവരെ കേരളത്തിൽ കാണാത്ത രീതിയിൽ ഒരു MLAക്കെതിരെ നിരവധി സ്ത്രീകളുടെ ഭാഗത്തു നിന്ന് പരാതികൾ ഉയരുകയാണ്. ഇത്തരം പൊതുപ്രവർത്തകർക്കെതിരെ ഒരു ശക്തമായിട്ടുള്ള നടപടി ആവശ്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇത് നടപടി എടുക്കാൻ ഇപ്പോൾ നിയമപരമായിട്ട് കാര്യസാധ്യതകളില്ല. കാരണം നമുക്ക് നിയമത്തെ അടിസ്ഥാനപ്പെടുത്തി മാത്രമേ പോകാൻ പറ്റൂ. ഇത്തരം പെരുമാറിയ ആളുകൾക്കെതിരെ നിയമപരമായ നടപടി സ്വീകരിക്കാനുള്ള നിയമം ഞങ്ങളുടെ കയ്യിലില്ല. അത് തീരുമാനിക്കേണ്ടത് ആ വ്യക്തിയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയുമാണ്. ഒരു കാര്യം, സ്പീക്കർ MLA കസ്റ്റോഡിയനാണ് നിയമസഭകൾക്കും പുറത്ത്. അപ്പോൾ സ്വാഭാവികമായിട്ട് സ്പീക്കർക്ക് കസ്റ്റോഡിയനെ പോലെ MLA സ്വഭാവം അല്ലെങ്കിൽ എത്തിക്സും ഒക്കെ ഒരു മാർഗനിർദ്ദേശം പുറപ്പെടുവിക്കേണ്ട ആവശ്യമില്ല. ഈ ഇത്തരമുള്ളൊരു പുറത്തു വരുന്നു. ഇതിൽ ഞാൻ ചോദിക്കും, ഇതിലെന്താണ് മാർഗനിർദ്ദേശം പുറപ്പെടുവിക്കേണ്ടത്? സ്ത്രീകളെ ബഹുമാനിക്കണമെന്നും മാർഗനിർദ്ദേശം പുറപ്പെടുവിക്കണം നമ്മൾ ഓരോരുത്തർക്കും തോന്നേണ്ട കാര്യമല്ലേ? നമ്മളത് ചെറുപ്പത്തിൽ മോൾഡ് ചെയ്യപ്പെടേണ്ട കാര്യമല്ലേ? നമ്മൾ സ്ത്രീ അമ്മയാണ്, സഹോദരിയാണ്, ഭാര്യയാണ്. അപ്പോൾ ആ നിലയിൽ സ്ത്രീകളെ ബഹുമാനിക്കണമെന്ന് നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ചു വരുന്ന കാര്യമല്ല. അതിൽ സ്പീക്കർ എന്ന നിലയ്ക്ക് എന്താണ് കോഡ് ഓഫ് കോണ്ടക്ട് പുറപ്പെടുവിക്കേണ്ട കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല.